അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. ഈ ഡിജിറ്റലില്ലാത്തതുകൊണ്ട് തന്നെ ഇവരൊക്കെ പ്രൊഡ്യൂസറൊക്കെ ആദ്യം പറയുന്നത് ഇത്ര റോള് ഫിലിമുള്ളൂട്ടോ, അതിന് പണം തീർക്കണമെന്നുള്ള ഫിലിമിന് ഭയങ്കര വിലയാണ്, കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും കോൺഷ്യസ് ആണ്. പിന്നെ അത് മോണിറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടേക്ക് ഓക്കെ ആക്കാനായിട്ട് ഡയറക്ടർ മാത്രം തീരുമാനിച്ചാൽ മതി. ഡയറക്ടർ പറയുന്നത് ടേക്ക് എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിനും ഓക്കെയാണ്, ക്യാമറാമാനും ഓക്കെ. പിന്നെ ക്യാമറാമാൻ മാത്രം വല്ല ലൈറ്റിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുമ്പോൾ റീടേക്ക് എന്നല്ലാതെ ഡയറക്ടറെ വിശ്വാസം, അതോടെ ഞാൻ പറയാം, ഡയറക്ടറെ വിശ്വാസത്തിൽ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റിൽ വന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ള ഡിസ്കഷൻ എന്നുള്ള പരിപാടിയില്ല. ഇപ്പം ഞങ്ങൾ സീരിയലിലേക്ക് പോലും രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്ക് ഷൂട്ടിംഗ് ഷോട്ട് എടുത്തിരിക്കും, ആർട്ടിസ്റ്റും വന്നിരിക്കും. ഇതിപ്പോൾ കുറ്റം പറയില്ല, ആർട്ടിസ്റ്റ് വന്നിരിക്കും. അപ്പം ഒരു ദിവസം എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അനാവശ്യമായിട്ട് സീൻ എടുക്കുന്നില്ല, അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട്, ഇന്ന് എടുക്കുന്ന മാതിരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ജനങ്ങൾ നോക്കി കാണുന്നില്ല. ഇപ്പം ഇന്ന് ഇവർക്കുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് അതാണ് അല്ലേ. ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടർമാരെക്കാളും ആർട്ടിസ്റ്റുകളെക്കാളും ഇവരുള്ള ആൾക്കാരാണ് പ്രേക്ഷകർ. എന്ത് കുറ്റമുണ്ടെങ്കിലും ആദ്യം ഒരു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുള്ള ഒരു കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അതിൻ്റെതായ ടൈം വേണ്ടി വരുന്നുണ്ട്. അതൊക്കെ പല കാരണങ്ങളാണ്. പിന്നെ സിനിമ അന്ന് അങ്ങനെയാണല്ലോ അല്ലേ.